പഞ്ചായത്തിലെ പൂടംകല്ല് അയ്യങ്കാവ് പാലച്ചുരം ബളാൽ റോഡിനോട് അധികൃതർ അവഗണന കാണിക്കുന്നുവെന്ന ആരോപണം. ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കള്ളാർ പഞ്ചായത്തിലെ 11ാം വാർഡിൽ കടന്നുപോകുന്ന പൂടംകല്ല് അയ്യങ്കാവ് പാലച്ചുരം ബളാൽ റോഡിനോട് അധികൃതർ അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കള്ളാർ പഞ്ചായത്തിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. യോഗത്തിൽ 100-ൽ പരം ആളുകൾ പങ്കെടുത്തു. ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിരാഹാര സമരവുമായി മുന്നോട്ടു പോകുവാൻ ജനകീയ സമിതി തീരുമാനിച്ചു. ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്നും സമരക്കാർ പറഞ്ഞു. കഴിഞ്ഞ ഈ കാലവർഷക്കെടുതിയിൽ തികച്ചും സഞ്ചാരയോഗ്യമല്ലാതെ മാറിയിട്ടുണ്ട്. കുണ്ടും കുഴിയും അതുപോലെ ഗർത്തം പോലെ ആയിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് പിന്നെ നമ്മളെ ഈ വാർഡിൻ്റെ മെമ്പറോടും അത് പഞ്ചായത്ത് അധികാരികളും പല പ്രാവശ്യം ഈ വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരതിന് ഫണ്ട് വെക്കാമെന്ന് പറഞ്ഞാണ് ഇതുവരെ ഫണ്ട് വെച്ചാലും കാണുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ 7 ലക്ഷത്തി എന്തോ ചെറിയ തുക അതിന് വച്ചിരിക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ നടപടിയായി ടെൻഡറായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് ഒരു 4 മാസം ഇത് സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിനു മുമ്പേ അത് ഇലക്ഷൻ വിളിക്കാനും ഒട്ടും മുമ്പ് തന്നെ ഈ എന്തെങ്കിലും ഈ പഞ്ചായത്ത് വിഭാഗത്തിനൊരു ഇടപെട്ട് അതിനൊരു ശാശ്വത പരിഹാരം, അത് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങൾ ആവശ്യം, ഈ നാട്ടുകാരുടെ ആവശ്യം. ഇതിലിപ്പോൾ രാഷ്ട്രീയമോ ബാക്കി അങ്ങനത്തെ ജില്ലാകാരൊന്നുമില്ല, എല്ലാം ഒത്തുകൂടി നാട്ടുകാർ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മളെല്ലാവരും ഒത്തുകൂടി ചെയ്യുന്ന ഒരു പ്രതിഷേധ ധർണയാണ് പഞ്ചായത്ത് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ സെക്രട്ടറിക്കും അതുപോലെ ഞങ്ങൾ അതിൻ്റെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ടെൻഡർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ വെക്കാൻ തൊട്ട് മുമ്പ് തന്നെ അത് അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ട് അത് പണി തുടങ്ങേണ്ട ഒരു ഭാഗത്തേക്ക് നീങ്ങണം എന്നാണ് ഞങ്ങൾ ഈ പഞ്ചായത്തുകൾ ഇപ്പോൾ തൽക്കാലം പറയുന്നത്. പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനമാർഗം പഞ്ചായത്ത് നടത്തുന്ന കുറച്ച് ഓട്ടോറിക്ഷക്കാരുണ്ട് ആ നാട്ടിൽ. അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ദിവസം ടയർ അതിൻ്റെ മറ്റ് പാർട്സുകൾ ഈ റോഡിലേക്ക് GST കൊണ്ട് നിർത്തിയതിൻ്റെ പ്രകാരം ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്ത് അധികാരികൾ അതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിരാഹാര സമരം വരെ നടത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അത് വരുന്ന നാളുകളിൽ മുമ്പോട്ട് പോകാനാണ് തീരുമാനം. ടി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. AC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിരാമൻ മാമ്പളം, AK മാധവൻ അയ്യങ്കാവ്, സീമ സുധാകരൻ, തുളസിക്കുട്ടി, നാരായണൻ കുട്ടിക്കാനം, NCT നാരായണൻ, ജോസ് കരുമാലൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കള്ളാർ.